ഇവിടെ നിൽക്കി പോകരുത്. ഈ ഖുർആൻ കണ്ടോ? ഈ ഖുർആന്റെ മഹത്വം എത്രത്തോളം നിനക്കറിയോ? ഓർത്തു നോക്കണം. ഈ ഖുർആൻ ഏത് മലക്ക് മുഖേനയാണ് റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്തത്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മലക്കുകളുടെ നേതാവായി, ഏറ്റവും അഫ്ളലായ മലക്കായി. ആർക്കാണ് ഈ ഖുർആൻ ഏത് പ്രവാചകനാണ് അവതരിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരിലെ ഏറ്റവും അഫ്ളലായ പ്രവാചകനായി ഏത് ഉമ്മത്തിനാണ് അയച്ചത്? ഉമ്മത്തെ മുഹമ്മദ്. ആ ഉമ്മത്തെ മുഹമ്മദ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഖൈർ ഉമ്മത്തായി മാറി. ഏത് രാത്രിയാണ് ഇത് അവതരിച്ചത്? ലൈലത്തുൽ ഖദർ, രാത്രികളുടെ നേതാവായി. ഏത് മാസമാണ് ഈ ഖുർആൻ അവതരിച്ചത്? ഷഹ്ർ റമളാൻ, മാസത്തിലെ നേതാവായി. ഒന്ന് ഓർത്തു നോക്കണം. ഈ ഖുർആൻ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഓതുവാണെങ്കിൽ, മനപ്പാടമാക്കുവാണെങ്കിൽ, മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ ആരാവും? മനുഷ്യരിലെ ഏറ്റവും അഫ്ളലായ മനുഷ്യനായി മാറും. നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായി മാറും. അതുകൊണ്ട് നിങ്ങൾ